ഹലോ ഡിയേഴ്സ്, ഇന്നൊരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ? ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനായിട്ട് സോയ ചങ്ക്സ് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ നല്ലതുപോലെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിപ്പോൾ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് വെള്ളത്തിൽ നിന്ന് നല്ല രീതിക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. ഒട്ടും പോലും വെള്ളം ഉണ്ടാവരുത്. ഇനി ഒരു പാത്രമോ ഒരു ബൗളോ ഒക്കെ എടുക്കാം. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നമ്മുടെ ഈ സോയ ഇല്ലേ അത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് സോയാ ബീൻസ് നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ പാനിനെയാണ് അടുപ്പത്ത് വെക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. സവാള നല്ല രീതിക്ക് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നല്ല രീതിക്കൊന്ന് മൂത്ത് വരണം. ഇനി തക്കാളിയും സവാളയും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാല പൗഡർ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 to 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സിലെ അതുകൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയ ഡ്രൈ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ.